അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ബാത്തി. ക്രിസ്മസിൻ്റെ അന്ന് എടുത്തൊരു വീഡിയോ ആണ് ഇത്. ക്രിസ്മസ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എൻ്റെ ഒരു കസിനെ ഒന്ന് കാണാൻ പോകണം. ആൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ബേബിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അടിപൊളിയായിരുന്നു. ക്രിസ്മസ് ഫ്രണ്ടും ക്രിസ്മസ് സെലിബ്രേഷനും ഒക്കെ ആയിട്ട് ഇപ്പോഴും അതൊക്കെ ഒരു നല്ല മെമ്മറിയാണ്. 2 വർഷം മുന്നേ വരെ ക്രിസ്മസിന് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. വ്യൂവേഴ്സ് എല്ലാവരും ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് മെമ്മറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു ചെടി പണ്ട് ചെറുപ്പത്തിൽ ചോറും കറിയൊക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചെടിയായിരുന്നു. ഇതുകൊണ്ടായിരുന്നു അന്ന് തോരനൊക്കെ വെച്ചിരുന്നത്. പിന്നെ പണ്ട് ചെയ്യുന്ന കാര്യമായിരുന്നു കുഴിയാനകളെ പിടിക്കുന്നത്. കുറച്ച് കുഴിയാനകളൊക്കെ എടുത്ത് ഒരു പേപ്പറിൽ അല്പം മണ്ണ് വിതറിയിട്ട് ഈ കുഴിയാനകളെ ആ മണ്ണിലിടും. ഈ കുഴിയാനകൾ ഓടി നടക്കുമ്പം പറയാറുണ്ടായിരുന്നു ഇതൊക്കെ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുകയാണെന്ന്. ശരിക്കും ഇര പിടിക്കാനായിട്ടാണ് ഈ കുഴിയാനകൾ ഇങ്ങനെ കുഴികുത്തിയിരിക്കുന്നത്. ഉറുമ്പുകളാണ് പ്രധാന ഇര. കാല് തന്നെ ഈ കുഴിയിലേക്ക് വീഴുന്ന ഉറുമ്പുകളെ ഈ കുഴിയാനകൾ കഴുത്തും ഞെരിച്ച് കൊല്ലുകയും പിന്നീട് അതിനെ ആഹാരമാക്കുകയാണ് ചെയ്യുന്നത്. ചെമ്പരത്തിത്താളി ഉണ്ടാക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നെങ്കിലും മടി കാരണം ചെയ്യാറില്ല. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അനിയത്തി ഏത്തയ്ക്ക നെയ്യിൽ വാട്ടിയെടുക്കുന്നത് കണ്ടു. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണിത്. പിന്നെ രാവിലെ അതാണ് ഞാൻ കഴിച്ചത്. ഉച്ചയ്ക്കുള്ള നമസ്കാരം കഴിഞ്ഞിട്ട് കസിൻ്റെ വീട്ടിൽ പോകാമെന്നാണ് കരുതിയത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു മുസല്ലയാണിത്. ഞാനൊരു 14-15 വയസ്സിലാണ് നമസ്കാരം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസല്ലയാണ്. ശരിക്കും ഇത് അതിനു മുന്നേ വീട്ടിലുള്ളതാണ്. കാലപ്പഴക്കം കൊണ്ടുള്ള നിറമങ്ങൽ ഒഴിച്ചാൽ കാര്യമായ കേടുപാടുകളൊന്നുമില്ലാത്തൊരു മുസല്ലയാണ്. അങ്ങനെ കേക്കും ഊണും ഒക്കെ കഴിച്ച ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഓട്ടോയിലാണ് പോയത്. ഈ കസിൻ്റെ ഡെലിവറിയുടെ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എൻ്റെ ഉമ്മയുടെ സഹോദരങ്ങളെല്ലാം അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ മാത്രമാണ് കുറച്ചെങ്കിലും ദൂരത്തായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെക്കേഷനുകളിലോ വീക്കെൻഡിലോ ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് വലിയ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പോകുന്നത് ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്കാണ്. ഉമ്മയുടെ കുടുംബ വീടാണ്. അതായത് ഞങ്ങളുടെ എല്ലാം തറവാടാണ്. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണിത്. കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ആരും താമസമില്ല. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഇതിൽ മിക്കവയും നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്നവയാണ്. ചെടികൾ മാത്രമല്ല ഇവിടുത്തെ അട്രാക്ഷൻ. ഇവിടെ ഒരു കൊക്കോ മരമുണ്ട്. പിന്നെ മാവുകളുണ്ട്, പേര, നെല്ലിക്ക, അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളൊരു വീടാണിത്. കൊക്കോ ഒന്നും പഴുത്തിട്ടില്ലായിരുന്നു. എങ്കിലും അത്യാവശ്യം പഴുപ്പുള്ള 2 നോക്കിയിട്ട് ഞാൻ പറിച്ചെടുത്തിരുന്നു. പിന്നീട് ഞങ്ങൾ അടുത്ത് തന്നെയുള്ള മാമയുടെ വീട്ടിലേക്ക് പോയി. ഇത് മാമി ഉണ്ടാക്കുന്ന സോപ്പുകളാണ്, ഹോം മെയ്ഡാണ്. ഇത് ചാർക്കോൾ സോപ്പാണ്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ്. കൂട്ടത്തിൽ ഏറ്റവും ഡിമാൻഡുള്ളത് ഈ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിനാണ്. പിന്നീട് അത് കൂടാതെ ക്യാരറ്റ്, ബീട്രൂട്ട്, ആട്ടുംപാൽ, അങ്ങനെ ഒരുപാട് വെറൈറ്റി സോപ്പുകളുണ്ട്. ബീട്രൂട്ടിൻ്റെയും ഗോട്ട് മിൽക്കിൻ്റെയും സോപ്പുകൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ 2 സോപ്പുകൾ വാങ്ങിച്ചിരുന്നു. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സന്ധ്യ ആവറായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. സാധാരണ ഇവിടെ വന്നാൽ രാത്രിയാകുമ്പോഴാണ് തിരിച്ചു പോകാറുള്ളത്. പിന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ ഇറങ്ങിയതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.